കേന്ദ്ര സർക്കാരിനെതിരെ രാഹുൽ ഗാന്ധി ലോക്സഭയിൽ നടത്തിയ പ്രസംഗത്തെ പ്രതിപക്ഷം ആഘോഷിക്കുകയും ഭരണപക്ഷം പ്രതിഷേധമുയർത്തുകയും ചെയ്തിരുന്നു. എന്നാൽ സൈനിക സേവനത്തിനിടെ വീരമൃത്യു വരിക്കുന്ന അഗ്നിവീർമാരുടെ കുടുംബത്തിന് സർക്കാർ സഹായം ലഭിക്കുന്നില്ല എന്ന രാഹുൽ ഗാന്ധിയുടെ ആരോപണത്തിന് മറുപടിയുമായി മുൻ അഗ്നിവീറിന്റെ കുടുംബം രംഗത്തെത്തി. 2023 ഒക്ടോബറിൽ സിയാച്ചിനിൽ വീരമൃത്യു വരിച്ച അഗ്നിവീർ അക്ഷയ് ഗവാതയുടെ അച്ഛൻ ലക്ഷ്മൺ ഗവാതയാണ് തങ്ങൾക്ക് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ലഭിച്ച സഹായം വ്യക്തമാക്കി രംഗത്തെത്തിയത്. ഗവാതയുടെ കുടുംബത്തിന് സർക്കാർ 1.08 കോടി രൂപയുടെ സഹായമാണ് അനുവദിച്ചത്. അക്ഷയ് വീരമൃത്യു വരിച്ച ശേഷം കുടുംബത്തിന് 48 ലക്ഷം രൂപ ഇൻഷുറൻസ് തുകയായി ലഭിച്ചുവെന്നും ലക്ഷ്മൺ ഗവാതെ അറിയിച്ചു. ഇതിനു പുറമെ കേന്ദ്ര സർക്കാരിൽ നിന്ന് 50 ലക്ഷം രൂപയും സംസ്ഥാന സർക്കാരിൽ നിന്ന് 10 ലക്ഷം രൂപയും ലഭിച്ചു എന്നും അദ്ദേഹം വ്യക്തമാക്കി. സൈനിക സേവനത്തിനിടെ വീരമൃത്യു വരിക്കുന്ന അഗ്നിവീർമാരുടെ കുടുംബത്തിന് സർക്കാർ സഹായം ലഭിക്കുന്നില്ല എന്ന് കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി ലോക്സഭയിൽ ആരോപിച്ചിരുന്നു. എന്നാൽ രാഹുൽ ഗാന്ധിയുടെ വാദം തെറ്റാണെന്നും അവ സഭാരേഖകളിൽ നിന്ന് നീക്കം ചെയ്യണമെന്നും രാജ്നാഥ് സിംഗും അമിത്ഷായും സഭയിൽ ആവശ്യപ്പെട്ടിരുന്നു. സഭയിൽ രാഹുൽ ഗാന്ധി ഈ വിഷയം ഉന്നയിച്ചപ്പോൾ കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഉടൻ തന്നെ മറുപടിയും നൽകിയിരുന്നു. രക്തസാക്ഷി അഗ്നിവീറിന്റെ കുടുംബത്തിന് സഹായം നൽകുന്നുണ്ട് എന്ന് രാജ്നാഥ് സിംഗ് വ്യക്തമാക്കിയിരുന്നു. തുടർന്നാണ് രാഹുലിനെ തള്ളി അക്ഷയ് ഗവാതയുടെ കുടുംബവും എത്തിയത്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ യുദ്ധഭൂമിയായ സിയാച്ചിൻ ഗ്ലേസിയറിലാണ് അഗ്നിവീർ അക്ഷയ് ഗവാതെ രാജ്യത്തെ സേവിക്കുന്നതിനിടെ വീരമൃത്യു വരിച്ചത്. മരണശേഷം രക്തസാക്ഷി അക്ഷയ് ഗവാതയ്ക്ക് ഗാർഡ് ഓഫ് ഓണർ നൽകുകയും ചെയ്തിരുന്നു. മഹാരാഷ്ട്രയിലെ ബുൽധാന താലൂക്കിലെ പിപ്പലാഗാവ് സാരായ് ഗ്രാമത്തിലെ താമസക്കാരനായിരുന്നു അഗ്നിവീർ അക്ഷയ്. കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ സിയാച്ചിനിൽ ജോലി ചെയ്തിരുന്ന 20കാരനായ ഗവാതെ ഹൃദയാഘാതത്തെ തുടർന്നുള്ള ചികിത്സയ്ക്കിടെയായിരുന്നു മരിച്ചത്. അതേസമയം മോദി സർക്കാർ ഭരിച്ച കഴിഞ്ഞ 10 വർഷക്കാലം യാതൊരു ഉത്തരവാദിത്വവുമില്ലാതെ അധികാരം ആസ്വദിക്കുന്ന ആളാണ് രാഹുൽ ഗാന്ധി എന്ന പരിഹാസവുമായി ലോക്സഭയിൽ മുൻ കേന്ദ്രമന്ത്രി അനുരാഗ് താക്കൂറും രംഗത്തെത്തി. പാർലമെന്റിൽ രാഹുൽ ഗാന്ധിയുടെ ഹാജർ നില പരിശോധിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന് പാർലമെന്റ് നടപടികളോടുള്ള പ്രതിബദ്ധത എത്രയുണ്ടെന്ന് പരിശോധിക്കണമെന്നും ഹിമാചൽ പ്രദേശിലെ ഹമീർപൂരിൽ നിന്നുള്ള MP കൂടിയായ അനുരാഗ് താക്കൂർ ആവശ്യപ്പെട്ടു. അദ്ദേഹത്തിന് ലോക്സഭയിൽ ദീർഘനേരം ഇരിക്കാൻ കഴിയുമോ എന്നും ചോദിച്ചു. വൈകും വരെയും മോദിയെ പോലെ ലോക്സഭയിൽ ഇരിക്കാൻ രാഹുൽ ഗാന്ധിയും തയ്യാറാവണം. ദീർഘനാൾ ഹാജരാകാത്ത യജമാനൻ എന്ന സങ്കല്പത്തിന് ഇക്കാലത്ത് പ്രസക്തിയില്ല എന്നും അനുരാഗ് താക്കൂർ കൂട്ടിച്ചേർത്തു.